അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അന്ന് നമ്മൾ പുട്ടാണ് കേട്ടോ കടി ഉണ്ടാക്കിയിരിക്കണത്. പിന്നെ അതിലേക്ക് ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ പുട്ടായാലും പത്തിരി ആയാലും ദോശ ആയാലും നൂൽപുട്ടൊക്കെ ഇറങ്ങൂല്ലേ. ചിക്കൻ കറി ആണെങ്കിൽ കട്ടൻ ചായയാണ്. പിന്നെ ഞങ്ങൾക്ക് കട്ടൻ ചായയാണ് കേട്ടോ അവിടെ ഭയങ്കര ഇഷ്ടം. പാൽ ചായ അങ്ങനെ ഇഷ്ടമല്ല. ഹസ്ബൻഡിനായാലും മക്കൾക്കൊക്കെ കട്ടൻ ചായ അങ്ങനെ നമ്മൾ ചെറുപ്പത്തിലേ കുടിച്ച് ശീലിച്ച് പോകുന്ന ഇടയ്ക്ക് ഞങ്ങൾ പാൽ ചായ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. ഈ പുട്ട് എന്തുകൊണ്ടാ അറിയാം, ഈ പൊടി സാധാ പത്തിരിപ്പൊടി കൊണ്ടാട്ടോ ഞാൻ ഈ പുട്ടിട്ടിക്കണത്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ചിലർ പറയും ഇങ്ങനെ ജാവുകൊണ്ട് പുട്ടിടാമോ ചോദിക്കും കേട്ടോ. ഞങ്ങൾ ഇത്താത്തൊക്കെ പുട്ടിടുന്ന കണ്ടിട്ടോ ഞാൻ ഇങ്ങനെ ഇടലൊടങ്ങിയത്. പിന്നെ ചൂടലൊടങ്ങിയത് ഇത്താത്ത പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ അമ്മ ഹസ്ബൻഡിൻ്റെയൊക്കെ ഇമ്മ മരിച്ചിട്ട് ഇപ്പോൾ കെട്ടിയ ഞങ്ങൾ ഇത്താത്താന്നാണ് വിളിക്കൽ കേട്ടോ. അപ്പോൾ ഇത്താത്ത നല്ല റെഡിക്ക് ചൂടുന്നതുകൊണ്ട് അങ്ങനെ കണ്ടിട്ടെ ഞങ്ങളെ പെരിയിലൊന്നും ഇങ്ങനെ പൊടിച്ചതുകൊണ്ട് ചൂടലില്ല. പണ്ടൊന്നും ഇട്ട് ഇപ്പോൾ പെരിയിലൊക്കെ ഒന്നൊക്കെ ചൂടലുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ചിലർ വരെ ഇങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് പുട്ടിട്ട രസം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നല്ല രസമാണ്. ഒരു പാകത്തിന് ഇതാൽ മതി. പിന്നെ തേങ്ങ ഇട്ടുകാണ്ട് ഇതാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ചോറ് വെക്കുകയാണ്. ചോറ് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചേക്കണം കേട്ടോ. ഇനി മോനിക്ക് ചോറും ഉണ്ടാക്കണം. പിന്നെ ഓന് കൂട്ടാനും വേണ്ടേ. അപ്പോൾ കുറച്ച് കാബേജ് ഉണ്ടായിരുന്നു ഇവിടെ, കുറച്ചെടുത്ത് കൂട്ടാൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കേട്ടോ. പിന്നെ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞിരിക്കണ്ടല്ലോ. ഇതിൽ കണ്ടിട്ട് രണ്ട് കറക്കൽ കറക്കിയാൽ നല്ല നൈസായിട്ട് കിട്ടും ചേച്ചും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെയാണ് ചെയ്യൽ. എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞടങ്ങാറായിരിക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നേരെയുള്ളൂ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇതാക്കണേ നമ്മൾ കുറച്ചൊക്കെ ചോപ്പ് ചെയ്തെടുത്തു. ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി അങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഉപ്പേരി വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.